മെനാഗ്ന. തോപ്പുംപടിയിൽ പ്രതിഷേധ കടൽ. വർഷങ്ങളായി കടൽക്കയറ്റ ദുരിതം അനുഭവിക്കുന്ന തീരദേശ ജനതയുടെ പ്രതിഷേധമിരമ്പി. കടൽക്കയറ്റം രൂക്ഷമായ ചെല്ലാനം പുത്തൻതോട് മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള തീരപ്രദേശത്ത് ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മിച്ച് സംരക്ഷണം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ, കൊച്ചി രൂപതകളിലെ വൈദികർ തോപ്പുംപടി BOT പാലത്തിന്റെ അടുത്ത് നടത്തിയ ഉപവാസ സമരത്തിലാണ് പ്രതിഷേധമുയർന്നത്. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരങ്ങളാണ് സമരപന്തലിലേക്ക് എത്തിയത്. സംസ്ഥാന സർക്കാരുകൾക്കും ജനപ്രതിനിധികൾക്കുമെതിരെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കി സമരപന്തലിന് മുന്നിൽ അവർ നിലയുറപ്പിച്ചതോടെ തോപ്പുംപടി BOT പാലവും പരിസരവും സ്തംഭിച്ചു. തീരശോഷണം തടയാനും കടലിലെ മക്കളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനും ഉത്തരവാദിത്തപ്പെട്ടവർ വൻ പരാജയമാണെന്നതിന്റെ തെളിവാണ് അടിക്കടി ഉണ്ടാവുന്ന കടലാക്രമണമെന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനിടയിൽ കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ പറഞ്ഞു. ഉപവാസ സമരത്തിന്റെ ഉദ്ഘാടനം KRLCC വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് നിർവഹിച്ചു. രാവിലെ നടന്ന വൈദികരുടെ ഉപവാസ സമരത്തിൽ 200-ലേറെ വൈദികർ പങ്കെടുത്തു. ബിഷപ്പ് ഡോക്ടർ ആന്റണി വാലുങ്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ആലപ്പുഴ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോയ് പുത്തൻവീട്ടിൽ, കൊച്ചി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഷൈജു പരിയത്തുശ്ശേരിയിൽ തുടങ്ങി അനേകം വൈദികർ പങ്കെടുത്തു. തുടർന്നും കേൾക്കുക പ്രിയ നമ്മോടൊപ്പം ചെയ്യും. കൊച്ചി കോർപ്പറേഷന്റെ പശ്ചിമതീര പ്രദേശങ്ങളിലെയും കടൽ കയറ്റത്തിന്റെ കെടുതികൾക്കും ദുരിതങ്ങൾക്കും ശാശ്വത പരിഹാരമുണ്ടാകണമെന്നും ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യത്തിന് നടത്തുന്ന പ്രക്ഷോഭങ്ങൾക്ക് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. ഈ പ്രദേശങ്ങളിലെ ജനസമൂഹം നിരന്തരം നടത്തിയ പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും സർക്കാർ പ്രഖ്യാപനം വന്നത്. ആദ്യഘട്ടമെന്ന നിലയിൽ ചെല്ലാനം മിനി ഫിഷിംഗ് ഹാർബർ മുതൽ ചെറിയ കടവ് വരെ 12 കിലോമീറ്റർ പ്രദേശത്ത് ടെട്രാപോഡ് സ്ഥാപിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. ഇതിന് 344 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. നിർമ്മാണ ചെലവിലുള്ള നിരക്ക് വർധനയും മറ്റ് സാങ്കേതിക ബുദ്ധിമുട്ടുകളും പറഞ്ഞ് കരാറുകാരായ ഊരാളുങ്കൽ സൊസൈറ്റി ചെല്ലാനം മുതൽ കണ്ണമാലി പുത്തൻതോട് വരെയുള്ള 7.3 കിലോമീറ്റർ മാത്രമാണ് സർക്കാർ അനുവദിച്ച തുകയ്ക്ക് പൂർത്തിയാക്കിയത്. ശേഷിക്കുന്ന പ്രദേശങ്ങളിൽ കടൽഭിത്തി തീർത്തും തകർന്ന അവസ്ഥയിലാണ്. ഈ പ്രദേശത്തുള്ളവർ ശക്തമായ കടലാക്രമണം നേരിടേണ്ടി വരുമെന്നും സർക്കാരിനെ നിരന്തരം നിവേദനങ്ങളിലൂടെയും ബോധ്യപ്പെടുത്തിയിട്ടും ഗൗരവമായ ഇടപെടൽ ഉണ്ടാകാതെ വന്നതിലാണ് ഇപ്പോഴും ഇവിടുത്തെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നത്. പ്രദേശവാസികൾ തങ്ങളുടെ ജീവനും സ്വത്തിനും കടുത്ത ഭീഷണി നേരിടുന്നു. ഒപ്പം അപരിഹാര്യമായ ധനനഷ്ടവും മാനസിക സമ്മർദ്ദവും നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ സ്ഥിതിയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്നതിനും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനും ആവശ്യമായ അടിയന്തര നടപടികൾ സർക്കാർ സ്വീകരിക്കണം. സർക്കാർ പണം അനുവദിക്കണം. ഒന്നാംഘട്ട ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മാണത്തിൽ ശേഷിക്കുന്ന പുത്തൻതോട് മുതൽ ചെറിയ കടവ് വരെയുള്ള നിർമ്മാണ പ്രവൃത്തിക്ക് ആവശ്യമായ പണം അനുവദിക്കുവാൻ സർക്കാർ സന്നദ്ധമാകണം. മേജർ ഇറിഗേഷൻ വകുപ്പ് കണക്കാക്കിയിരിക്കുന്നത് 320 കോടി രൂപയാണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഇതിനായി സാമ്പത്തിക സഹായം നൽകാൻ തയ്യാറായിട്ടുമുണ്ട്. സർക്കാർ നടപടികൾ ത്വരിതപ്പെടുത്തുകയാണ് വേണ്ടത്. അതുപോലെ ചെറിയ കടവ് മുതൽ ബീച്ച് റോഡ് വരെ നടക്കേണ്ട രണ്ടാംഘട്ട നിർമ്മാണ പ്രവൃത്തികൾക്ക് രൂപരേഖ തയ്യാറാക്കുകയും ഭരണാനുമതി ലഭ്യമാക്കുകയും ഒന്നാം ഘട്ടത്തിന്റെ തുടർച്ചയായി യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാക്കുകയും വേണം. മറവുകാട് ബസാർ മുതൽ കണ്ണമാലി പ്രദേശങ്ങളിൽ നടക്കേണ്ട പുലിമുട്ട് നിർമ്മാണവും സമയബന്ധിതമായി പൂർത്തിയാക്കണം. പുലിമുട്ടുകൾക്കിടയിൽ മണൽ നിറച്ചുള്ള തീരസമ്പുഷ്ടീകരണവും അനിവാര്യമാണ്. അടിയന്തരമായി ചെയ്യേണ്ടത് കടലിൽ നിന്ന് കരയിലേക്ക് തിരയടിച്ചെത്തുന്ന വെള്ളം ഒഴുകിപ്പോകുന്നതിന് തോടുകളിലെ എല്ലാ തടസ്സങ്ങളും ഒഴിവാക്കുക. ബലവത്തായ താൽക്കാലിക തടയണകൾ നിർമ്മിച്ച് ശക്തമായ കടലാക്രമണം നേരിടുന്ന പ്രദേശങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുക. കടലാക്രമണത്തിൽ വാസയോഗ്യമല്ലാതായ വീടുകളിൽ താമസിക്കുന്നവർക്ക് സുരക്ഷിത വാസസ്ഥലം ഒരുക്കുക. കടലാക്രമണത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക. ഇതോടുകൂടി ആലപ്പി ടൈംസ് ഇവിടെ പൂർണ്ണമാകുന്നു.